ഹലോ, ഇന്ന് ഞാൻ ഈ ഫ്രോക്കിനെ സ്കേർട്ടാക്കാൻ പോവാണ്. സ്കേർട്ടും ടോപ്പും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ പ്രസവിച്ചടന്ന് കിട്ടിയ ഒരു ഫ്രോക്കാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കണ്ട് കൊടുന്ന് തന്നെയായിരുന്നു കേട്ടോ. റെഡിമെയ്ഡ് മേടിച്ചല്ല, സ്റ്റിച്ച് ചെയ്ത് കൊടുന്ന് തന്നെയായിരുന്നു. അപ്പോൾ അവൾക്ക് 3 വയസ്സായി. അപ്പോൾ ഇത് അവൾക്ക് കൊള്ളണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചു, ഇത് സ്കേർട്ടും ടോപ്പും ആക്കിയാൽ ഇട്ട് കൊടുക്കാമല്ലോ. എനിക്ക് ഈ ഫ്രോക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇത് കളയാനും തോന്നലില്ല. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതുപോലെ സ്കേർട്ടും ടോപ്പും ആക്കിയിട്ട് എടുത്തേക്കാണ് ചെയ്തത്. അപ്പോൾ ഇതും അതുപോലെ ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ ആദ്യം ഞാൻ സ്കേർട്ടിന് പട്ട വെച്ച് കൊടുക്കുക ചെയ്തത്. അപ്പോൾ അതിനായിട്ട് എൻ്റെ അടുത്തൊരു ഇത് സെയിം കളറിലൊരു നെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സാറ്റിൻ്റെ പീസും ഉണ്ടായിരുന്നു. ഈ സ്ക്രഞ്ചൊക്കെ ചെയ്യണോണ്ട് തന്നെ സെയിം കളറിലുള്ള സാറ്റിൻ്റെ പീസ് ഉണ്ടാവലുണ്ട്. പക്ഷെ അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ആ ബ്രൗൺ കളറും അതിൻ്റെ മുകളിൽ ഈ ഷെയ്ഡിലുള്ള നെറ്റും വെച്ചാൽ ഏകദേശം ആ കളറിന് മാച്ചായി കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളെ കുഞ്ഞുമക്കളെയും ഫ്രോക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് കളയാതിരിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, കളയാതെ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇതുപോലെ യൂസ്ഫുള്ളാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്ക്. എല്ലാം ഒന്നും ചെയ്യാൻ കഴിയില്ല, അത്യാവശ്യം ഇതിപ്പോൾ അവൾക്ക് സൈസ് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാണ്. ഇതുപോലെ സൈസൊക്കെ ഉള്ളത് നിങ്ങൾക്കും അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ സൈസ് ഇല്ലെങ്കിൽ കുറച്ചൊക്കെ അറ്റാച്ച് ചെയ്ത് മോഡലൊക്കെ ആക്കാൻ പറ്റണതാണെന്നുണ്ടെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് ഞാൻ പട്ട വെക്കാൻ വേണ്ടിയിട്ട് 4 ഇഞ്ചിൽ സാറ്റിനും നെറ്റും പിന്നെ ആ ഫ്രോക്കിൻ്റെ സ്കേർട്ട്, ആ സ്കേർട്ടിൻ്റെ അതേ നീളത്തിൽ എടുത്തേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ രണ്ടും അറ്റാച്ച് ചെയ്തിട്ട് അടിച്ചു. അതിനുശേഷം അതുപോലെ വിട്ടൊക്കെ ഇട്ട് ആ സ്കേർട്ട് മേൽ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. എലാസ്റ്റിക് വെച്ചിട്ടുള്ള സ്കേർട്ടാട്ടോ ഞാൻ ചെയ്യണത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ പണിയൊന്നും വരുന്നില്ല. സ്കേർട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പട്ട വെച്ച് കൊടുക്കുന്ന പണി മാത്രമേ വരുന്നുള്ളൂ. അരൻ്റെ സൈസ് എടുത്തതിന് ശേഷം അതേ അളവിൽ പട്ട എടുക്കുക. അതായത് സ്കേർട്ട് അതേ സൈസിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സൈസിൽ തന്നെ പട്ട എടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട്, കാരണം ഇടയ്ക്ക് ഒരു ഞെറിവൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. അങ്ങനെ ഫ്രോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുകൊണ്ടു. പട്ട ഞാൻ ഇതിമക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇടയ്ക്ക് ഞെറിവൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പട്ട വെച്ച് കൊടുത്ത് ഇനി ഇതിക്ക് എലാസ്റ്റിക് ഇട്ടിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സ്കേർട്ട് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ടോപ്പ് ചെയ്യണത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഇതന്നെ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക.